2025 ലൈഫിലൊരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തെ ആസ്വദിക്കാൻ പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ പല നഷ്ടങ്ങളും നികത്താൻ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കണമെന്നും പുതിയൊരു മനുഷ്യനായി പുതിയൊരു ലോകത്തെ ആസ്വദിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണാനായി ശ്രമിക്കുക. ഈ കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കാനും പരിശ്രമിക്കുക. നമ്പർ 1, ഡിക്ലെയർ എ നോ എക്സ്ക്യൂസ് ഇയർ. നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതോ ചീത്തതോ ആയ എല്ലാ കാര്യങ്ങളുടെയും ഫലത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനായി ശ്രമിക്കുക. മറ്റുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും എല്ലാം കുറ്റം പറയുന്നതും ഒരു എക്സ്ക്യൂസായി എടുക്കുന്നതും അവസാനിപ്പിക്കുക. അതിനായി ഒരാഴ്ചത്തേക്ക് നിങ്ങൾ പറയുന്ന എല്ലാ എക്സ്ക്യൂസുകളും ട്രാക്ക് ചെയ്യുക. തുടർന്ന് ഓരോന്നിനും പരിഹാരം കണ്ടെത്തുക. നമ്പർ 2, പ്ലാൻ ബാക്ക്വേർഡ് നോട്ട് ഫോർവേഡ്. അതായത് ഇത് ഡിസംബർ 2025 ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ വിവരിക്കുന്ന വിശദമായ ഒരു ജേണൽ എൻട്രി എഴുതുക. തുടർന്ന് അത് സംഭവിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുക. വിജയത്തിൻ്റെ ആഘോഷവും വികാരങ്ങളും ആദ്യം ദൃശ്യവൽക്കരിക്കുക. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കട്ടെ. നമ്പർ 3, ടേൺ യുവർ വീക്ക്നെസ് ഇൻ ടു എ ബ്രാൻഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങളുടെ പോരായ്മകളെ നിങ്ങളുടെ ഒരു ശക്തിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. സോ നിങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത എന്തെങ്കിലും തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒരു ബലഹീനത പരിഗണിക്കുക. അതിനെ മറികടക്കാനുള്ള നിങ്ങളുടെ യാത്ര നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുക. നിങ്ങളുടെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ശക്തിയായി ദുർബലത ഉപയോഗിക്കുക. സോ നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കുക. നമ്പർ 4, ബ്രേക്ക് 1 റൂൾ എ മന്ത്. അതായത് സാമൂഹികമോ സ്വയം അടിച്ചേൽപ്പിച്ചതോ ആയ പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കുക. നിങ്ങളെ പിന്തിരിപ്പിക്കുന്ന കൺവെൻഷനുകളെ വെല്ലുവിളിക്കുക. ബ്രേക്ക് ദ ലിമിറ്റേഷൻസ് നോട്ട് ലോസ്. ഫോർ എക്സാമ്പിൾ, വെല്ലുവിളികളെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യുക. നിങ്ങൾ സാധാരണ നിശബ്ദത പാലിക്കുന്ന സന്ദർഭങ്ങളിൽ സംസാരിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളെ അടിച്ചമർത്തുന്ന പരിമിതികളെ ഒഴിവാക്കുക. നമ്പർ 5, 90 ഡേ ചാലഞ്ചസ് ഇൻറ്റു 4. അതായത് വർഷത്തെ 90 ദിവസത്തെ ബ്ലോക്കുകളായി വിഭജിക്കുക. ഓരോന്നും ജീവിതത്തിൻ്റെ ആരോഗ്യം, കഴിവുകൾ, സാമ്പത്തികം അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇത്തരത്തിൽ വിഭജിച്ച് സമൂലമായ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ബ്ലോക്കും ഒരു സ്പ്രിന്റ് പോലെ കൈകാര്യം ചെയ്യുക. അവസാനം തിരിച്ചറിയാനാകാത്ത പരിവർത്തനം നമുക്ക് ലക്ഷ്യമിടാം. നമ്പർ 6, സ്പെൻഡ് 50% ഓഫ് യുവർ ടൈം ലേണിംഗ്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ഒഴിവു സമയത്തിൻ്റെ പകുതിയും പുതിയ കാര്യങ്ങൾ പഠിക്കാനായി നീക്കിവെക്കുക. പുസ്തകങ്ങൾ, ഓൺലൈൻ കോഴ്സുകൾ, മെൻറ്റർഷിപ്പ് മുതലായവയ്ക്ക് വേണ്ടി ഇപ്പോൾ അസംബന്ധമെന്ന് തോന്നുന്ന വേഗതയിൽ ഉള്ളടക്കം ഉപഭോഗം ചെയ്യുക. ഉദാഹരണത്തിന് ആഴ്ചയിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കാനായി ശ്രമിക്കുന്നത്. നമ്പർ 7, ഗോ പബ്ലിക് വിത്ത് യുവർ ഗോൾസ്. ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലോ പബ്ലിക്കായോ മറ്റുള്ള ആളുകളോട് അറിയിക്കാനായി ശ്രമിക്കുക. സോ ഇത്തരത്തിൽ വലിയ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാകാനായി സാധിക്കും. ആഴ്ചതോറും അപ്ഡേറ്റുകൾ പങ്കിടുക. പൊതു ഉത്തരവാദിത്വം നിങ്ങളെ എങ്ങനെ നയിക്കുന്നുവെന്ന് സ്വയം കാണുക. സോ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്തമായി മാറും. അത് നിറവേറ്റി കാണിക്കേണ്ടത് അന്ന് മുതൽ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കും. നമ്പർ 8, ടിച്ച് കംഫോർട്ട് ഫോർ ഗ്രോത്ത്. അതായത് നിങ്ങൾക്ക് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ദിവസവും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കോൾഡ് ഷവർ, പബ്ലിക് സ്പീക്കിംഗ്, നെറ്റ്വർക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ അതിനായി 30 ദിവസത്തെ വെല്ലുവിളികളുള്ള ഒരു അസ്വാസ്ഥ്യ കലണ്ടർ ഉണ്ടാക്കുക. അത് പരാജയപ്പെടാതെ പിന്തുടരുക. നമ്പർ 9, ഓഡിറ്റ് യുവർ എൻറ്റയർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങളുടെ വിശദമായ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുക. ശീലങ്ങൾ, ആളുകൾ, മാനസികാവസ്ഥ, പരിസ്ഥിതി ഇത്തരത്തിലുള്ളവ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഹാബിറ്റ്സും എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായി ശ്രമിക്കുക. നമ്പർ 10, ക്രിയേറ്റ് എ നോ പ്ലാൻ മന്ത്. നിങ്ങളുടെ ഒരു മാസം സ്വയമേ ജീവിക്കാനായി ശ്രമിക്കുക. അമിതമായി ചിന്തിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്യാതെ അവസരങ്ങളോട് അതെ എന്ന് പറയുക. സോ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക. ജീവിതം നിങ്ങളെ എത്രമാത്രം ആശ്ചര്യപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടറിയുക. നമ്പർ 11, ഇൻവെസ്റ്റ് ഇൻ എ റാഡിക്കൽ സ്കിൽസ്. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്താണെന്ന് തോന്നുന്ന എന്നാൽ ഉയർന്ന പ്രതിഫലം നൽകുന്ന ഒരു വൈദഗ്ധ്യം നേടുക. ഉദാഹരണം, കോഡിംഗ്, പബ്ലിക് സ്പീക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ട്രേഡിംഗ്, സ്റ്റോക്ക് മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്ന്
എല്ലാവർക്കും സംശയമുള്ളൊരു സ്കിൽ തിരഞ്ഞെടുക്കുക, അവ തെറ്റാണെന്ന് തെളിയിക്കുക. നമ്പർ 12, ലോഞ്ച് എ ബോൾഡ് പ്രോജക്റ്റ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന അംബീഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ആരംഭിക്കുക. അതൊരു ബിസിനസ്, ക്രിയേറ്റീവ് പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സംരംഭം, ഇങ്ങനെ എന്തും ആകാം. സോ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുക. സോ ചെറിയ രീതിയിലൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും ശ്രമിക്കുക. നമ്പർ 13, ലിമിറ്റ് യുവർ സോഷ്യൽ മീഡിയ ടു 1 hour എ ഡേ. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര ടൈമാണ് യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായി നിങ്ങൾ എത്ര ടൈമാണ് വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല മനസ്സിലാക്കുക. സോ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്തരത്തിൽ അനാവശ്യമായി പാഴാക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വെറുതെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സത്യത്തെ മനസ്സിലാക്കാനും ആ സമയത്തെ വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനും ശ്രമിക്കുക. സോ 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകളെല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിന്നും നീക്കം ചെയ്യാനും ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ ട്രാക്ക് ചെയ്യാനും ശ്രമിക്കുക. സോ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതുവഴി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതെന്ന് കണ്ടറിയുക. നമ്പർ 14, ഡോക്യുമെൻ്റ് യുവർ ഗ്രോത്ത് പബ്ലിക്കലി. സോ ഇത് നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന ഒന്നാണ്. അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ഗ്രോത്തും ഓരോ അച്ചീവ്മെൻറ്റും നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രോഗ്രസ്സും മറ്റുള്ളവരുമായി പങ്കിടാനായി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി, ഷെയർ ചെയ്യാനായി ശ്രമിക്കുക. എക്സാമ്പിൾ യൂട്യൂബ് സീരീസ് ഓർ ഡെയിലി ബ്ലോഗ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനും അവരുടെ ലൈഫിലും പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും സാധിക്കും. സോ നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾസ്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് എല്ലാം മെയിൻ കോർ കണ്ടൻറ്റായി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായി സാധിക്കും. സോ ഇത് മറ്റുള്ളവർക്കും അതുപോലെ നിങ്ങൾക്കും പുതിയൊരു ലോകത്തെ അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് ട്രാക്ക് തന്നെ തുറന്നു തരുന്ന ഒന്നായിരിക്കും. നമ്പർ 15, ആക്ട് ആസ് ഇഫ് യു ആർ ആൾറെഡി ദെയർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. വളരെ സിമ്പിളായി തോന്നുമെങ്കിലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതുമാണ്. അതായത് നിങ്ങൾ ഭാവിയിൽ എത്തരത്തിലാകാൻ ശ്രമിക്കുന്നോ അത്തരത്തിലായെന്നും തൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും നേടിയെടുക്കാൻ തനിക്ക് സാധിച്ചെന്നും വിശ്വസിക്കുക. സോ അത്തരത്തിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ അത്തരത്തിൽ ജീവിക്കാനായി ശ്രമിക്കുക. ഭാവി നിങ്ങൾ എന്നതുമായി പൊരുത്തപ്പെടുന്നതിന് നിങ്ങളുടെ വസ്ത്രധാരണം, ദിനചര്യ, നിങ്ങളുടെ ഭാവം എന്നിവ പോലും മാറ്റുക. നിങ്ങൾ എത്തരത്തിൽ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ സംസാര രീതി, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ശീലങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. സോ കേൾക്കുന്നത് പോലെ ഇതത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതും ഇപ്പോഴത്തെ നിങ്ങൾക്ക് വളരെ റിസ്കി ആയിട്ടുള്ളതുമാണ്. സോ ആ കാര്യത്തെ മനസ്സിലാക്കുകയും മടി കൂടാതെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക. സോ ഫ്രണ്ട്സ്, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, എത്തരത്തിലാണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായി ശ്രമിക്കുക.